ഒരിക്കലൊരു സമയത്ത് ബുദ്ധൻ തൻ്റെ അനുയായികളുമൊത്ത് ഒരു മരത്തിൻ്റെ തണലിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ശിഷ്യൻ ചോദിച്ചു, "ഓ ലോഡ്, നമുക്ക് എങ്ങനെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ കഴിയും?" ബുദ്ധൻ അപ്പോൾ മറുപടി പറഞ്ഞു, "ഞാനൊരു കഥ പറയാം. ഈ കഥ കേട്ട് കഴിയുമ്പോഴേക്കും ദേഷ്യത്തെ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ പഠിക്കും." ആ കഥ ഇങ്ങനെയായിരുന്നു. ഒരിക്കൽ ഒരിടത്ത് ഒരു ഗ്രാമത്തിലൊരു കലഹക്കാരിയായ സ്ത്രീ ജീവിച്ചിരുന്നു. ഒരു ചെറിയ കാര്യത്തിന് പോലും അവർ ദേഷ്യം പിടിക്കുമായിരുന്നു. ദേഷ്യം പിടിക്കുക മാത്രമല്ല, അപ്പോൾ വായി തോന്നുന്ന ചീത്ത വാക്കുകളെല്ലാം വിളിച്ചു പറയുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഈ ദേഷ്യമൊക്കെ അടങ്ങിക്കഴിയുമ്പോൾ അവർ ദേഷ്യത്തിലായിരുന്ന സമയത്ത് വിളിച്ചു പറഞ്ഞതൊക്കെ ഓർത്ത് പശ്ചാത്തപിക്കുമായിരുന്നു. അവരുടെ ഈ സ്വഭാവം കാരണം അവരുടെ വീട്ടുകാരെല്ലാം വളരെ ധർമ്മസങ്കടത്തിലായിരുന്നു. കാരണം ഏത് സമയത്തും ഏതാണ്ട് പൊട്ടിത്തെറിച്ച അവസ്ഥയിലായിരുന്നു അവരുടെ കുടുംബം. കാരണം ഇവരുടെ ആളിക്കത്തുന്ന സ്വഭാവം കൊണ്ട് തന്നെ. അങ്ങനെ ഒരു ദിവസം ഒരു സന്യാസി അവരുടെ വീട്ടിൽ ഭിക്ഷയ്ക്കായിട്ട് വരുന്നു. സന്യാസിയെ കണ്ടതും ആ സ്ത്രീ അവർ അനുഭവിക്കുന്ന പ്രശ്നം ആ സന്യാസിയോട് തുറന്നു പറഞ്ഞു. അവൾ പറഞ്ഞു, "ഓ ഞാൻ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുകയാണ്. എനിക്കങ്ങനെ ആയി പോകുന്നതിൽ വളരെ വിഷമമുണ്ടെങ്കിലും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എനിക്ക് വിട്ടു നിൽക്കാൻ കഴിയുന്നില്ല. ദയവായി ലോഡ് എനിക്കൊരു മാർഗം പറഞ്ഞു തന്നാലും എൻ്റെ ഈ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവം മാറ്റിയെടുക്കുന്നതിന്." ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ സഞ്ചിയിൽ നിന്ന് ഒരു ചെറിയ കുപ്പി മരുന്നെടുത്തിട്ട് ആ സ്ത്രീക്ക് നൽകുന്നു. എന്നിട്ട് പറഞ്ഞു, "ഇതെടുത്തോളൂ. ഇത് മോളുടെ ദേഷ്യം കുറയ്ക്കുന്നതിനുള്ള മരുന്നാണ്. എപ്പോഴൊക്കെ മകൾക്ക് ദേഷ്യം വരുന്നു എന്ന് തോന്നുമ്പോഴെല്ലാം ഒരു 4 തുള്ളി മരുന്ന് നാവിൽ വെച്ച് രുചിച്ചാൽ മതി. ഒരു കാര്യം കൂടി ഓർക്കുക, മരുന്ന് രുചിച്ചതിന് ശേഷം വായിൽ നിന്ന് ഇറക്കാതെ ഒരു 10 മിനിറ്റെങ്കിലും ഇരിക്കണം. ഒരു കാരണവശാലും 10 മിനിറ്റത്തേക്ക് വായ തുറക്കുകയോ അരുത്. മറിച്ച് ചെയ്യുന്ന പക്ഷം ഈ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ലഭിക്കില്ല." ഇത് പറഞ്ഞതിന് ശേഷം ആ സന്യാസി അവിടെ നിന്നും പോയി. അങ്ങനെ ആ സ്ത്രീ സന്യാസി പറഞ്ഞത് പ്രകാരം മരുന്ന് സേവിക്കാൻ തുടങ്ങി. ഒരാഴ്ച കൊണ്ട് തന്നെ അങ്ങനെ ആ സ്ത്രീയുടെ ദേഷ്യ സ്വഭാവം അവരിൽ നിന്ന് വിട്ടുപോയി. പതിവ് പോലെ 7 ദിവസങ്ങൾക്ക് ശേഷം ആ സന്യാസി വീണ്ടും ഭിക്ഷയ്ക്കായിട്ട് ആ സ്ത്രീയുടെ വീട്ടുപടിക്കലെത്തി. ആ സ്ത്രീ സന്യാസിയെ കണ്ടതും അദ്ദേഹത്തിൻ്റെ കാൽക്ക് വീണ് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, "ഓ അങ്ങ് തന്നിരുന്ന മരുന്നില്ലേ, അത് ഭരിച്ചു. ഞാനിപ്പോൾ ദേഷ്യപ്പെടുന്നേയില്ല. കാരണം അങ്ങ് തന്നിരുന്ന മരുന്ന് കഴിച്ചത് കാരണം ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ സമാധാനം വന്നു. എൻ്റെ കുടുംബം ഇപ്പോൾ സന്തോഷത്തിലായി." അവരുടെ വാക്കുകൾ കേട്ടതും സന്യാസി അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, "കുഞ്ഞേ, ഞാൻ തന്ന കുപ്പിയിൽ മരുന്നൊന്നും ആയിരുന്നില്ല. വെറും വെള്ളം മാത്രമായിരുന്നോ? നിന്റെ ദേഷ്യം കുറഞ്ഞത് ഞാൻ തന്ന മരുന്ന് കാരണമായിരുന്നില്ല. നീ ഞാൻ പറഞ്ഞതനുസരിച്ച് വായ തുറക്കാതെ മൗനമായിരുന്നത് കാരണമാണ്." ഈ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം ബുദ്ധൻ ശിഷ്യന്മാരോട് പറഞ്ഞു, "മൗനമായിരിക്കുക. ഇങ്ങനെ മാത്രമേ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയൂ." അത് ഞാൻ പറയാൻ കാരണം, ദേഷ്യം വരുന്ന സമയത്ത് ആ വ്യക്തി മനോനിയന്ത്രണമില്ലാതെ ചീത്ത വാക്കുകൾ വിളിച്ചു പറയാൻ സാധ്യതയുണ്ട്. ഇത് പല വിവാദങ്ങൾക്കും കാരണമായേക്കും. അതുകൊണ്ട് ദേഷ്യത്തെ കുറയ്ക്കാൻ ഒരേ ഒരു മാർഗമെന്നത് ആ ഒരു അവസ്ഥ വരുമ്പോൾ അല്പസമയം വായ തുറക്കാതെ നിശബ്ദമായി ഇരിക്കുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും നമുക്കിതൊക്കെ തന്നെ കാണാൻ പറ്റും. പലപ്പോഴും നമ്മൾ ദേഷ്യപ്പെട്ട് നമ്മുടെ സമാധാനം നശിപ്പിക്കും. അതുമാത്രമല്ല, എപ്പോഴാണ് ഒരുവൻ ദേഷ്യം പിടിക്കാൻ തുടങ്ങുന്നത്, ആ സമയം അവരുടെ സ്വബുദ്ധി, അതായത് സ്വബോധം, സിംപ്ലി പറഞ്ഞാൽ തിരിച്ചറിവ് നശിക്കും. പിന്നെ അവിടെ പ്രവർത്തിക്കുന്നത് നമ്മുടെ വായയായിരിക്കും. ദേഷ്യ സമയത്ത് ദുർവാക്കുകൾ വിളിച്ചു പറയും. അതായത് പിന്നീട് നമ്മൾ പറഞ്ഞത് എന്താണെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ മനോവിഷമം വരുന്ന വാക്കുകൾ. ഒരു ദേഷ്യഭാവത്തിലുള്ള വ്യക്തി മാനസികമായ വയലൻസ് നടത്തുക മാത്രമല്ല, അതായത് ചീത്ത വാക്കുകൾ വിളിച്ചു പറയുക, ഫിസിക്കലി വയലൻസിന് വരെ അടിമയായിത്തീരും. അതായത് മറ്റുള്ളവരെ ശാരീരികമായി അതിക്രമിക്കുക എന്ന പ്രവൃത്തി കൂടി അതിനുകൂടി അടിമപ്പെടും. നിങ്ങളൊരു കാര്യം ഓർക്കുക, ഈ ചെയ്ത് കൂട്ടിയതിനെല്ലാം നിങ്ങൾ ജീവിതകാലം മുഴുവൻ ചെയ്തതും പ്രവർത്തിച്ചതും ഓർത്ത് ദുഃഖിക്കേണ്ടി വരും, പരിതപിക്കേണ്ടി വരും. അധിക കേസിലും ശാരീരികമായ അതിക്രമം സംഭവിക്കാറുള്ളത് ഒരു വ്യക്തി ദേഷ്യത്തിലായിരിക്കുമ്പോഴാണ്. പക്ഷെ ഓർക്കുക, ഈ ദേഷ്യമെന്ന് പറയുന്നത് അല്പസമയത്തേക്ക് മാത്രം നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങളപ്പോൾ ആ ദേഷ്യം വരുന്ന സമയത്ത് അല്പസമയം നിശബ്ദത പാലിക്കുകയാണെങ്കിൽ
നമുക്ക് വലിയ വലിയ കലഹങ്ങളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞു നിൽക്കാൻ കഴിയും. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, എപ്പോഴൊക്കെ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുവോ ആ സമയത്തെല്ലാം അല്പസമയം നിശബ്ദമായി മൗനമായി ഇരിക്കൂ. നിശബ്ദത എന്ന കുറച്ചു മരുന്ന് തുള്ളി നിങ്ങളുടെ വായയിലേക്ക് നിറച്ച് നിങ്ങളുടെ വായ അല്പസമയത്തേക്കൊന്ന് അടച്ചു വയ്ക്കൂ. അങ്ങനെ ചെയ്യുന്ന പക്ഷം ഒത്തിരി പ്രശ്നങ്ങളിൽ നിന്നുമാണ് നിങ്ങൾക്ക് മാറി നിൽക്കാൻ സാധിക്കുക.